إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ബഹുമാനമുള്ള ഏറ്റവും പ്രിയം നിറഞ്ഞ ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, നമ്മളെയെല്ലാം സൃഷ്ടിച്ചു പരിപാലിച്ച് സദാ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന സർവലോക സ്രഷ്ടാവും സംരക്ഷകനും പരിപാലകനുമായ നമ്മുടെ റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അനുസരിച്ച് ജീവിതം കഴിവിൻ്റെ പരമാവധി തഖ്വയിൽ അധിഷ്ഠിതമായി മുന്നോട്ട് കൊണ്ടുപോയി ധന്യമാക്കണമെന്ന് സ്വന്തത്തെ വിസ്മരിക്കാതെ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്തും ബർക്കത്തും സദാസമയവും നമ്മളിലെല്ലാം വർഷിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിമഹത്തരമായ ഒരു അവസരമാണ്. വളരെ വേഗത്തിൽ തന്നെ സ്വർഗത്തിലേക്ക് അടുക്കാനും നരകമോചനം സാധ്യമാക്കാനും കഴിയുന്ന, പാപമോചനങ്ങളുടെ വഴിയിലൂടെ സഞ്ചരിക്കാൻ സാധിക്കുന്ന ഒരു അസുലഭമായ നിമിഷം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള പവിത്രമായ ബർക്കത്താക്കപ്പെട്ട അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അനുഗ്രഹങ്ങളും ഫളിലുകളും ഔദാര്യങ്ങളും ശ്രേഷ്ഠതകളും ഉൾക്കൊള്ളുന്ന ഈ മഹത്തായ മാസം നമ്മളിൽ നിന്ന് വിട പറയാനിരിക്കുകയാണ്. റമളാൻ ഇനിയും വരും. റമളാൻ തുടർന്നുകൊണ്ടേയിരിക്കും. അള്ളാഹു ഈ ലോകത്തിന് എത്രത്തോളം ആയുസ് കണക്കാക്കിയിട്ടുണ്ടോ, അവധി കണക്കാക്കിയിട്ടുണ്ടോ, അതുവരെ റമളാൻ വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ റമളാൻ വരുമോ ഇല്ലേ എന്നതല്ല പ്രധാനപ്പെട്ട വിഷയം. തുടർന്നു വരാനിരിക്കുന്ന റമളാനിൽ ഇനി നമ്മൾ ഉണ്ടാകുമോ ഇല്ലേ എന്നതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ചർച്ച. കഴിഞ്ഞ റമളാനിൽ നമ്മുടെ കൂടെയുണ്ടായിരുന്ന പലരും ഈ റമളാനിൽ നമ്മുടെ കൂടെയില്ല. അടുത്ത റമളാനിൽ
ഒരുപക്ഷെ ഈ പള്ളിയിലിരിക്കുന്ന ആളുകൾ തന്നെ പരസ്പരം പറയും, കഴിഞ്ഞ റമദാനിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളായിരുന്നു, ഇന്ന് ഈ റമദാൻ ശരിക്കും അദ്ദേഹത്തിന് അള്ളാഹ് ആയുസ്സിട്ട് കൊടുക്കുകയാണെങ്കിൽ, ആരോഗ്യം ഉണ്ടാവുകയാണെങ്കിൽ ഇന്ന് ഈ പള്ളിയിൽ ഈ ഇഅ്തികാഫും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ കൂടെ ഉണ്ടാകേണ്ട ആളായിരുന്നു അല്ലേ എന്ന്. അതായത് നമ്മുടെ കാര്യം അത്രമേ ഉള്ളൂ. ഒരുപക്ഷെ ഈ റമദാൻ നമ്മുടെ ഏറ്റവും അവസാനത്തെ റമദാൻ ആയിരിക്കാം. ഇനി വരാനിരിക്കുന്ന ഒരു റമദാനിനെ സജീവമാക്കാനുള്ള, അതിനെ വാരി പുണരാനുള്ള ഒരു സൗഭാഗ്യം ഒരു പക്ഷെ നമുക്കുണ്ടായിക്കൊള്ളണമെന്നില്ല. എന്ത് തന്നെയാണെങ്കിലും പരമാവധി ഈ മാസത്തെ ഉപയോഗപ്പെടുത്തി എന്ന് തോന്നുന്നവരും ചിന്തിക്കുന്നവരും അങ്ങനെയുള്ള ഒരു ശുഭാപ്തി വിശ്വാസവുമായി മുന്നോട്ട് പോകുന്നവരുണ്ടാകാം. വേണ്ടത്ര സജീവമാകാൻ സാധിച്ചില്ലല്ലോ എന്ന വിഷയത്തിൽ ഖേദത്തോടുകൂടി മുന്നോട്ട് പോകുന്നവരും ഉണ്ടാകാം. എന്ത് തന്നെയാണെങ്കിലും സഹോദരങ്ങളെ, അവശേഷിക്കുന്ന വളരെ കുറഞ്ഞ അങ്കുലി പരിമിതമായ വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ, വളരെ കുറഞ്ഞ ഈ 1-2 ദിവസങ്ങൾ, അത് പരമാവധി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ആ പാപമോചനങ്ങൾ വർദ്ധിപ്പിക്കാനും ധാരാളമായി റബ്ബിലേക്ക് അടുക്കാനും ഇങ്ങനെ ഒരു അവസരം വന്നു കിട്ടിയിട്ടും എനിക്ക് സാധ്യമാകാതെ പോയല്ലോ എന്ന കുറ്റബോധം നമുക്കുണ്ടെങ്കിൽ ഇനിയുള്ള ഓരോ സെക്കൻഡുകളിലും, ഇനിയുള്ള ഓരോ മിനിറ്റുകളിലും, ഇനിയുള്ള ഓരോ മണിക്കൂറുകളിലും, ഇനിയുള്ള ഓരോ ദിവസങ്ങളിലും റബ്ബിനോട് പരമാവധി ഈ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ, ആയുസ്സാരോഗ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ, അടുത്ത ഒരു റമദാനിനെയും കൂടി എനിക്ക് തരണേ എന്ന ആത്മാർത്ഥമായ റബ്ബിനോട് പറയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം പാപമോചനത്തിന്റെയും നരകത്തെ തൊട്ട് വിമുക്തിയടയാനുള്ള അനുഗ്രഹങ്ങൾ വിളംബരം അവസാനിപ്പിച്ചുകൊണ്ട് ഒരു റമദാൻ നമ്മളിൽ നിന്നും വിട പറയാനിരിക്കുകയാണ്. അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കാൻ കഴിയുക, തഖ്വ ആർജിക്കുക എന്നതാണ് പരിശുദ്ധ റമദാനിലെ നോമ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ എന്ന് അല്ലാഹു തആല പറഞ്ഞത് സത്യവിശ്വാസികളെ അഭിസംബോധനം ചെയ്തുകൊണ്ടാണ്. ഈമാനുള്ളവരെ എന്ന് വിളിച്ചിട്ടാണ് അല്ലാഹു തആല പറയുന്നത്. സ്വർഗം നിങ്ങൾക്ക് ലഭിക്കണം എന്നാണോ നിങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യം? സ്വർഗം നിങ്ങൾക്ക് കിട്ടണമെന്ന ആഗ്രഹമുണ്ടോ? ആ സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാൻ സാധിക്കുക നിങ്ങളുടെ കയ്യിൽ തഖ്വ എന്ന് പറയുന്ന ഏറ്റവും നല്ല വിഭവമുണ്ടെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ. കാരണം അല്ലാഹു തആല സ്വർഗത്തെ സംവിധാനിച്ചത് തന്നെ തഖ്വ പാലിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്, മുത്തഖികൾക്ക് വേണ്ടിയിട്ടാണ്. ഉഇദ്ദത്ത് ലിൽ മുത്തഖീൻ എന്ന് അല്ലാഹു തആല സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. മുത്തഖികൾക്ക് വേണ്ടിയാണ് അത് സംവിധാനിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ആ പറയുന്ന തഖ്വ അത് മനുഷ്യ ജീവിതത്തിൽ നേടാനുള്ള അവസരം നൽകുക എന്നതാണ് നോമ്പിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം തന്നെ. അതുകൊണ്ട് റബ്ബിനോട് നമുക്ക് പറയാൻ കഴിയണം, അല്ലാഹുവേ, എന്തൊരു ലക്ഷ്യത്തിലാണോ നോമ്പെന്ന് പറയുന്ന ഇബാദത്തിനെ, ആരാധനയെ ഞങ്ങളിലേക്ക് നീ നൽകിയിട്ടുള്ളത്, അതിലൂടെ എന്തൊന്നാണോ ഞങ്ങൾ നേടിയെടുക്കേണ്ടത് അത് ഞങ്ങളിലേക്ക് നീ നൽകണമേ എന്ന് റബ്ബിനോട് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഈ ഒരു റമദാൻ നമ്മളിൽ നിന്ന് വിട പറയുമ്പോൾ ബുദ്ധിയുള്ള ആളുകൾ എന്ന നിലക്ക് നമ്മൾ ചെയ്യേണ്ട, ബുദ്ധിയുള്ള ഒരു സമൂഹം എന്ന നിലക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഒരു ആത്മപരിശോധന. അതൊരു പേപ്പറും പെന്നൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഓരോന്ന് എഴുതി വെക്കണം എന്നല്ല പറയുന്നതിന്റെ അർത്ഥം. ഒരു ജീവിതത്തിൽ കൃത്യമായി സമനിഷ്ഠയും മറ്റു കാര്യങ്ങളും പാലിച്ചു പോകുന്ന ഒരാൾ സ്വാഭാവികമായിട്ടും ഓരോ ദിവസവും കിടക്കാൻ പോകുന്നതിന് മുമ്പ് അയാളുടെ ഡെയിലി ലൈഫിൽ നടക്കുന്ന, ഓരോ ദിവസവും നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ ചെയ്തു, ഇനി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഏറ്റവും ഫലപ്രദമായ രൂപത്തിൽ എന്തൊക്കെ ചെയ്തു എന്നൊന്ന് വിലയിരുത്തിയിട്ടാണ് ഉറങ്ങാൻ പോവുള്ളൂ. ഇത് ഭൗതികമായ ഒരു ജീവിതത്തിൽ പലപ്പോഴും ഒരാൾ ലൈഫിൽ സക്സസ് ആവുന്നതിന്റെ മാർഗമായിട്ട് പല ആളുകളും പറഞ്ഞു കൊടുക്കുന്നതാണ്. പക്ഷേ ഒരു റമദാൻ നമ്മളിൽ നിന്ന് വിട പറയാൻ നിൽക്കുന്ന ഈ ഘട്ടത്തിൽ സത്യത്തിൽ നമ്മൾ നെഞ്ഞത്ത് കൈവച്ച് നമ്മളോട് ചോദിക്കേണ്ട ചോദ്യം തന്നെയാണ്, പടച്ചോനെ, ഈ റമദാനിനെ ശരിക്കും എനിക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. ഇല്ല എന്നുണ്ടെങ്കിൽ എവിടെയാണ് വീഴ്ച വന്നു പോയത്? ഇനി ആ വീഴ്ചകളെ നികത്താൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനമായി റമദാനിലെ നോമ്പിന് അല്ലാഹു തആല ഒരു ലക്ഷ്യം വെച്ചിട്ടുണ്ട്, അത് തഖ്വയാണ്. ആ തഖ്വ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്ന് നോക്കുക. കാരണം ആ തഖ്വയുള്ളവർക്കേ റബ്ബിന്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനമുള്ളൂ. യാ യുഹന്നാസു ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ. സർവ്വലോകത്തുള്ള സർവ്വ മനുഷ്യരെയും വിളിച്ചിട്ട് അല്ലാഹു പറയാണ്, ജനങ്ങളെ, മനുഷ്യരെ,
തീർച്ചയായും നാം നിങ്ങളെ സൃഷ്ടിച്ചത് ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ്. വജഅൽനാകും ശുഉബൻ വഖബാഇല ലിതആറഫു, ഗോത്രങ്ങളും വർഗ്ഗങ്ങളുമാക്കി നിങ്ങളെ വേർതിരിച്ചത് പരസ്പരം തിരിച്ചറിയാനാണ്. എന്നിട്ട് അള്ളാഹ് പറയാണ്, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, തീർച്ചയായും അള്ളാഹുവിന്റെ പക്കൽ നിങ്ങളിൽ നിന്ന് ഏറ്റവും ആദരണീയർ. അള്ളാഹു ആരെയാണ് മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്ന് റബ്ബിന്റെ പക്കൽ നാളെ മഅ്ശറയിൽ വെച്ച് ആദരിക്കുക? ആരെയാണ്? പരലോകത്ത് ആരെയാണ് അള്ളാഹ് ആദരിക്കുക? ദുനിയാവിൽ ഒരുപാട് സമ്പാദിച്ച മനുഷ്യന്മാരല്ല, ഒരുപാട് വലിയ കുടുംബത്തിലും വലിയ ഗോത്രത്തിലും വലിയ കുടുംബത്തിന്റെ പേരും പറഞ്ഞ് മഹിമയും പറഞ്ഞ് നടന്ന ആൾക്കാരെല്ലാം റബ്ബ് പരിഗണിക്കുക. അള്ളാഹു ആദരിക്കുന്ന വിഭാഗമാരാണ് അത്ഖാക്കും, നിങ്ങളിൽ നിന്ന് തഖ്വ പാലിക്കുന്നവരെയാണ്. അതുകൊണ്ട് ഈ നോമ്പിനൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു, തഖ്വ ഉണ്ടാവുക എന്നുള്ളത്. അത് ആ നോമ്പിലൂടെ നേടിയെടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്ന് നമ്മൾ ഓരോരുത്തരും ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഒരു അമൽ അല്ലാഹു തആല സ്വീകരിക്കണമെങ്കിൽ അതിനടിസ്ഥാനപരമായി 2 നിബന്ധനകളുണ്ട് എന്ന് നമുക്കറിയാം. ഒന്ന് ഇഖ്ലാസ് ആണ്, മറ്റൊന്ന് ഇത്തിബാ ആണ്. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നിയ്യത്ത് എന്നാണ് നമ്മൾക്ക് മനസ്സിലാകാൻ കഴിയുന്ന രീതിയിൽ നമ്മൾ പറയുന്നത്. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ചെയ്യുന്ന ഏത് അമലും, എന്തെല്ലാം അമലും ഇപ്പൊ നമ്മൾ ചെയ്തിട്ടുണ്ടാകും. പള്ളി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ആരും അറിയാതെ നമ്മൾ നടത്തിയ ദാനധർമ്മം ഉണ്ടാവും. നമ്മൾ ഒരുപാട് ഖുർആനുമായിട്ട് അടുക്കാൻ ശ്രമിച്ച സന്ദർഭങ്ങൾ ഉണ്ടാകും. ധാരാളമായി പരിശുദ്ധ ഖുർആൻ ഓതിയ ഘട്ടങ്ങൾ ഉണ്ടാകും. ഇതുവരെ ഇല്ലാത്ത ദിവസങ്ങളിൽ ഖുർആനിനോട് ഒരു പ്രത്യേക ബന്ധം നമ്മൾ കാത്തു സൂക്ഷിച്ചിട്ടുണ്ടാകും. ജമാഅത്ത് കഴിഞ്ഞ് പെട്ടെന്ന് തിരിച്ചു പോകുന്ന ആളുകൾ അതൊക്കെ ഒന്ന് കഴിഞ്ഞ് അവിടെ തന്നെ ഇരുന്ന് അദ്കാറുകളൊക്കെ ചൊല്ലി സുന്നത്ത് നിസ്കാരവും കഴിഞ്ഞു പോകുന്ന രീതിയിലേക്ക് നമ്മുടെ ലൈഫിനെ നമ്മൾ മാറ്റിയിട്ടുണ്ടാകും, ജീവിതത്തെ മാറ്റിയിട്ടുണ്ടാകും, നമ്മളുടെ ഇബാദത്തുകൾ, ആരാധനാ സ്വഭാവങ്ങളെ നമ്മൾ മാറ്റിയിട്ടുണ്ടാകും. അപ്പൊ ഇതൊക്കെ നമ്മൾ പുതിയ പുതിയ നന്മകൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് തുടങ്ങിയ കാര്യങ്ങൾ തന്നെയാണ്. ഇതൊക്കെ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ഒരു നിബന്ധന ഉണ്ട് സഹോദരന്മാരെ. സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹു നമ്മളിൽ നിന്ന് നമ്മൾ ചെയ്ത ഏത് അമലും, അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, അത് സ്വീകരിക്കണമെങ്കിൽ അടിസ്ഥാനപരമായിട്ടുണ്ടാകേണ്ട ഒരു നിബന്ധന എന്ന് പറയുന്നത് ഇഖ്ലാസാണ്. നമ്മൾ ചെയ്ത എല്ലാ അമലും റബ്ബിന് വേണ്ടിയിട്ടാവണം. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മൾ തന്നെ ഒന്ന് ആത്മപരിശോധന നടത്താം. ഞാൻ എന്നോട് ചോദിക്കാം, നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിക്കാം. നമ്മളിപ്പോ ഈ റമദാനിൽ ആദ്യത്തെ 10 ഒരുപാട് സജീവമായി പ്രവർത്തിച്ചു. ചിലപ്പോൾ അത്ര തന്നെ ഊർജ്ജസ്വലത, സജീവത ചിലപ്പോൾ രണ്ടാമത്തെ 10 കാണിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. മൂന്നാമത്തെ 10 ചിലപ്പോൾ അതിങ്ങനെ ചോർന്നു പോയിട്ടുണ്ടാവും. ചിലപ്പോൾ ആദ്യത്തെ 10 രണ്ടാമത്തെ 10 ഇല്ലാത്ത താല്പര്യം മൂന്നാമത്തെ 10 കാണിച്ച ആളുകളും ഉണ്ടാകും. എന്തുതന്നെയാണെങ്കിലും നമ്മൾ തറാവീഹ് നിസ്കരിച്ചില്ലേ, പുറത്തിറങ്ങാൻ ആഗ്രഹം ഉണ്ടായിട്ടും കൂട്ടുകാരുടെ കൂടെ ഇങ്ങനെ പുറത്തു പോകാനൊക്കെ പൂതി ഉണ്ടായിട്ടും അതെല്ലാം വേണ്ടാന്ന് വിചാരിച്ചു തറാവീഹിന് നമ്മൾ വന്നു. അവസാനത്തെ 10 ഖിയാമുൽ ലൈലിന് ഉറക്കം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് അറിഞ്ഞിട്ടും മനസ്സും നമ്മുടെ ശരീരവും നമ്മളെ ആ ഒരു കാര്യത്തിലേക്ക് വിളിച്ചു കൊണ്ടുപോയപ്പോഴും നമ്മൾ ഒരിക്കലും ഞാൻ അങ്ങനെ പോകില്ല, എൻ്റെ റബ്ബിന് വേണ്ടി പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ ആ ഖിയാമുൽ ലൈൽ നിർവഹിക്കും എന്ന് പറഞ്ഞ് നമ്മളെ സ്വന്തം നഫ്സിനോട് നമ്മൾ ധർമ്മസമരത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ആ അവസാനത്തെ 10 സജീവമായി പള്ളികളുമായി ബന്ധപ്പെടുകയും കുറേ ഖുർആൻ ഓതുകയും ധാരാളമായി ഖുർആൻ ഓതി നിസ്കരിക്കുകയും അവസാനത്തെ 10 കുനൂത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് നിസ്കാരം നിർവഹിക്കുകയൊക്കെ ചെയ്തില്ലേ, എവിടെയെങ്കിലും നമ്മളെ നിയ്യത്ത് മാറിപ്പോയിട്ടുണ്ടോ ഇല്ലേ എന്ന് നമ്മൾ ചിന്തിക്കാം. ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് റബ്ബിനോട് നമ്മൾ തൗബ ചെയ്തു മടങ്ങാം. ചിലപ്പോൾ നമ്മൾ ധാരാളമായി പള്ളികളിലേക്ക് അടുത്തപ്പോൾ ആദർശത്തോട് ഇഷ്ടമുള്ള, പള്ളിയോട് അടുക്കുന്ന കാര്യത്തിൽ ഇഷ്ടമുള്ള, അല്ലെങ്കിൽ ദീനിനെ സ്നേഹിക്കുന്ന ആളുകളൊക്കെ നമ്മളോട് നല്ല ബന്ധം കാത്തു സൂക്ഷിച്ചിട്ടുണ്ടാവും. അപ്പൊ അവരോടുള്ള ആ അടുപ്പും അവരുടെ സാമീപ്യവും അവരുടെ പരിഗണനയൊക്കെ കിട്ടണമെന്ന നിയത്തിലാണോ നമ്മൾ വീണ്ടും വീണ്ടും പള്ളിയിലേക്ക് വന്നത്? കാര്യമുണ്ടോ? ഇല്ല. നമ്മളാരും തിരിഞ്ഞു നോക്കിയില്ലെങ്കിലും, നമ്മളെപ്പറ്റി ആരും പ്രത്യേകിച്ച് പോസിറ്റീവായ കമന്റ്സോ അഭിപ്രായങ്ങളോ ഒന്നും പറഞ്ഞില്ലെങ്കിലും നമ്മൾ ചെയ്ത അമൽ അല്ലാഹ് സ്വീകരിക്കണമെങ്കിൽ ആദ്യം ഉണ്ടാകേണ്ട നിബന്ധന ഇഖ്ലാസാണ്. വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീന ഹുനഫാഅ വയുഖീമുസ് സ്വലാത്ത വയുത്തുസ് സകാത്ത വദാലിക ദീനുൽ ഖയ്യിമ. പരിശുദ്ധ ഖുർആനിന്റെ 98-ാമത്തെ അധ്യായം സൂറത്ത് ബയ്യിനയുടെ 5-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കാൻ, ഋജുമനസ്കനായ രീതിയിൽ ഹൃദയത്തെ നേരെ ചൊവ്വേ നിലനിർത്തി അള്ളാഹുവിന് കീഴ്വണക്കം റബ്ബിനാക്കിക്കൊണ്ട് സമ്പൂർണമായ ഇഖ്ലാസോടുകൂടി അള്ളാഹിനെ ആരാധിക്കുവാനല്ലാതെ ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ അള്ളാഹ്ക്ക് നമ്മൾ ചെയ്യുന്ന എല്ലാ ഇബാദത്തുകളും, സഹോദരങ്ങളെ, എന്തൊക്കെ ഉണ്ടോ, നമ്മൾ ഒരുപാട് പേരവിടെ നോമ്പ് തുറപ്പിച്ചില്ലേ. നമ്മുടെ പൈസയിൽ നിന്ന് ആരും അറിയാതെ ഈ പള്ളി കമ്മിറ്റിയിലേക്ക് നമ്മൾ പണം കൊടുത്തിട്ട് എന്റെ വകയാണ് ഇന്നത്തെ നോമ്പ് തുറ എന്ന് നമ്മൾ പറഞ്ഞില്ല. അത് ആലാൾ അറിയാൻ വേണ്ടിയിട്ടാണോ ചെയ്തത്? അല്ല.
ആരും അറിയാതെ നമ്മൾ കൊടുത്ത സ്വതക്കകളില്ലേ, സക്കാത്തിന്റെ വിഹിതമില്ലേ, നമ്മൾ ചെയ്ത രാത്രി നിസ്കാരങ്ങളില്ലേ, ഖുർആൻ പാരായണില്ലേ, എന്തെല്ലാം നന്മകൾ ഈ ഒരു മാസത്തിനിടയ്ക്ക് നമ്മൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതൊക്കെ അള്ളാഹ് സ്വീകരിക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെയല്ലേ നമ്മൾ ഇതൊക്കെ ചെയ്തത്. അത് സ്വീകരിക്കണമെങ്കിൽ ആദ്യം നമ്മളിൽ നിന്നുണ്ടാകേണ്ടത് ഈ പറയുന്ന ഇഖ്ലാസാണ്. ആ ഇഖ്ലാസ് നമ്മൾ കാത്തു സൂക്ഷിക്കന്നെ വേണം. അത് ഈ റമളാനിൽ മാത്രം പോരാ, റമളാൻ കഴിഞ്ഞാലും നമ്മളിൽ നിലനിൽക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ പറയുന്ന നിഷ്കളങ്കത, നിയ്യത്ത് എന്ന് പറയുന്നത് അള്ളാഹ്ക്ക് വേണ്ടി മാത്രമായിരിക്കണം. കാരണം സ്വഹാബാക്കൾ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടൊരു കാര്യം എന്താ അറിയോ? റിയാ കടന്നു വരിക എന്നുള്ളതാണ്. ലോകമാന്യം ആളുകളെ കാണുമ്പോൾ നമ്മുടെ ഇബാദത്തുകളൊന്ന് പ്രത്യേകം നന്നാക്കുക, അല്ലെങ്കിൽ ആളുകളുടെ ഒരു അഭിപ്രായം നമ്മളിലേക്ക് ഇങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് അതിലൊരു ആവേശം ഉണ്ടാവുക, എന്നിട്ട് കൂടുതൽ പ്രവർത്തിക്കാനുള്ളൊരു ഊർജം അതിൽ നിന്ന് നമുക്ക് ലഭിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നിയ്യത്ത് പാളി പോകുന്നുണ്ട്, നമ്മുടെ ഇഖ്ലാസ് എവിടെയോ ചോർന്നു പോകുന്നുണ്ട്. ഇന്ന അഖ്വഫ മാ അഖാഫു അലൈക്കും അശ്ശിർകുൽ അസ്അർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളോട് പറയാണ്, നിങ്ങളെ കാര്യത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ചെറിയ ഷിർക്കാണ് കേട്ടോന്ന്. അവർ ചോദിച്ചു, വമശ്ശിർകുൽ അസ്അർ യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലെ എന്താണ് ഈ ചെറിയ ഷിർക്ക് എന്ന് പറയുന്നത്? ഷിർക്ക് എത്രത്തോളം അപകടം പിടിച്ച കാര്യമാണ്. അതിൽ വലിയ ഷിർക്കുണ്ട്, അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നത്. ചെറിയ ഷിർക്ക് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? സ്വഹാബാക്കൾക്ക് അറിയാനുള്ള ജിജ്ഞാസയാണ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്തു, അരിയാ ലോകമാന്യമാണ്, ആളുകളെ കാണിക്കാൻ വേണ്ടി നന്മ ചെയ്യുക. അത്തരം ആളുകൾക്കുള്ള അവസ്ഥ എന്താണ്? അത് റബ്ബുൽ ഇസ്സത്ത് അല്ലാഹു തആല തന്നെ പറയുന്നുണ്ട്. ഈ ഹദീസിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും, നാളെ പരലോകത്ത് അല്ലാഹു തആല അള്ളാന്റെ മാർഗത്തിൽ നന്മ പ്രവർത്തിച്ചവർക്ക് ഇങ്ങനെ പ്രതിഫലം വീതം വെച്ചു കൊടുക്കും. ആ സമയത്ത് ആളുകളെ കാണിക്കാൻ വേണ്ടി നന്മ ചെയ്ത ആളുകളെ വിളിച്ചിട്ട് അല്ലാഹു തആല പറയും, നിങ്ങൾ ആരെ തൃപ്തിപ്പെടുത്താനോ ആരെ കാണിക്കാനാണോ ആ നന്മകളൊക്കെ ചെയ്തിരുന്നത്, അതാ ആ മനുഷ്യന്മാരൊക്കെ അത് അവിടെ നിൽക്കുന്നത്, അവിടേക്ക് ചെല്ലും. എന്നിട്ട് അവരുടെ അടുക്കൽ വല്ലതും ബാക്കിയുണ്ടോ എന്ന് ചോദിക്കൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം അടിമകളോട് പറയുന്ന. അതുകൊണ്ട് ആ ഒരു ഗണത്തിൽ ഞാൻ ഉൾപ്പെടുന്നില്ല, ഞാൻ അങ്ങനെ ആയിട്ടില്ല എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയണം. എവിടെയെങ്കിലും നമുക്ക് നമ്മുടെ ഇഖ്ലാസ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായി റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ ചെയ്ത എല്ലാ അമലും ഖുർആനും സുന്നത്തും പഠിപ്പിച്ചതനുസരിച്ചുള്ള അമല് തന്നെയാണോ അല്ലേ? അപ്പൊ നിങ്ങൾക്കറിയാം, ഈ റമളാനിൽ തന്നെ ഇല്ലാത്ത കുറേ കാര്യങ്ങൾ ആളുകൾ പറഞ്ഞു കൊണ്ടുവരും. പ്രത്യേകിച്ചും ഇൻസ്റ്റാഗ്രാമുകളും വാട്സപ്പുകളും ഫേസ്ബുക്കും ഒക്കെ സജീവമായ ഒരു കാലത്ത് നമ്മൾ തുറന്നു നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം ഇല്ലാത്ത ഒരു അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ വെറുതെ സ്റ്റോറി ആയിട്ട് എഴുതിയൊക്കെ വിടും. ഇത്ര പ്രാർത്ഥനകൾ ചൊല്ലിയാല്, ഇത്ര തവണ ഈ സൂറത്ത് ചൊല്ലിയാല് ജീവിതത്തിൽ നിന്ന് ഇന്ന പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടും. അള്ളാന്റെ റസൂൽ അങ്ങനെ ഒരു കാര്യം തന്നെ പഠിപ്പിച്ച അടിസ്ഥാനം ഉണ്ടാകൂല. എന്നിട്ട് ഓരോന്നിട്ട് ആളുകളൊക്കെ അങ്ങോട്ട് പറഞ്ഞു വിടും, അത് നല്ലതാണെന്ന് വിചാരിച്ചിട്ടാണ് ഷെയർ ചെയ്യും. സഹോദരങ്ങളെ, ദീന് പഠിക്കാൻ നമ്മൾ എത്ര താല്പര്യം കാണിക്കുന്നുണ്ടോ അതേപോലെ തന്നെ പ്രാധാന്യം കൊടുക്കേണ്ട വിഷയമാണ് എവിടുന്നാണ് ദീൻ എടുക്കുന്നത് എന്നുള്ളതും. പണ്ഡിതന്മാര്, പൂർവികരായ സലഫുകൾ പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നുണ്ട്, നിന്റെ മജ്ജയും മാംസവും പോലെയാണ് നിന്റെ ദീനീ വിജ്ഞാനം. അതുകൊണ്ട് തന്നെ നിന്റെ ശരീരത്തിൽ മജ്ജയും മാംസവും എത്ര ആവശ്യമാണോ അതുപോലെ തന്നെയാണ് ഈ രക്തവും മാംസവും ഒക്കെ ആവശ്യമുള്ള പോലെ തന്നെയാണ് ദീനീ വിജ്ഞാനവും. അതുകൊണ്ട് ഫന്ദുറു അമ്മൻ തഖുദുഹു, ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ അത് എവിടുന്നാണ് എടുക്കുന്നത് എന്നുള്ളത്. കേൾക്കുമ്പോഴേക്ക്, കിട്ടുമ്പോഴേക്ക്, കാണുമ്പോഴേക്കാണ് ഷെയർ ചെയ്ത് വിടണ്ട. അത് അള്ളയും റസൂലും പഠിപ്പിച്ച കാര്യം തന്നെ അല്ലേ നോക്കണം. കാരണം ദീൻ എന്ന് പറയുന്നത് നമ്മുടെ കുട്ടിക്കളിക്കുള്ള ഒരു സാധനമല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എവിടെയോ കണ്ട ചില വാട്സപ്പ് സ്റ്റാറ്റസുകൾ, ചില സ്റ്റോറികൾ, ഏതോ ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയ ചില സാധനങ്ങളൊക്കെ വെച്ചിട്ട് അത് ഉള്ളതാണെന്ന് വിചാരിച്ച് ചിലപ്പോൾ നമ്മൾ കുറെ ഇബാദത്തുകൾ അങ്ങനെ ചെയ്തിട്ടുണ്ടാകും. കാര്യം ഉണ്ടാവോ? ഇല്ല. കൂലിട്ടണം എന്ന് വിചാരിച്ചിട്ട് സുബഹി 3 റക്അത്ത് നിസ്കരിച്ചിട്ട് കാര്യമില്ലല്ലോ. അതിനാണ് ഇത്തിബാ എന്ന് പറയാ. അള്ളയും റസൂലും പഠിപ്പിച്ച രീതി തന്നെ ആവണം. അതുകൊണ്ട് റമളാനിൽ നമ്മൾ ചെയ്ത അമലുകൾ നമ്മൾ അള്ളാഹിനോട് ഏറ്റു പറയാ, പടച്ചോനെ ഞാൻ ചെയ്ത അമലുകളിൽ, ഞാൻ നിർവഹിച്ച ഇബാദത്തുകളിൽ എന്തെങ്കിലും വീഴ്ച വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, അറിയാതെ സംഭവിച്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ റബ്ബന ലാ തുആഖിദന ഇൻ നസീന ഔ അഖ്തഅന റബ്ബന വലാ തഹ്മിൽ അലൈനാ ഇസ്റൻ കമാ ഹമൽതഹു അലൽ ലദീന മിൻ ഖബ്ലിന റബ്ബന വലാ തുഹമ്മിൽനാ മാ ലാ തുഖത ലനാ ബിഹി വഅഫു അന്നാ വഅഫിർ ലനാ വർഹംനാ അൻത മൗലാനാ ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. ഖുർആന്റെ 2-ാമത്തെ അധ്യായം സൂറത്ത് അൽ ബഖറയുടെ 286-ാമത്തെ ആയത്താണ്. അറിയാതെ സംഭവിച്ചു പോയ എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടെങ്കിൽ റബ്ബേ എനിക്ക് നീ വിട്ടുവീഴ്ച ചെയ്തു തരണേ, പൊറുത്തരണേ. ഇത് നമ്മൾ റബ്ബിനോട് ആത്മാർത്ഥമായി തേടേണ്ട കാര്യമാണ്. കാരണം ഈ റമളാനിൽ
ചിലപ്പോൾ നമ്മൾ അവിടുന്ന് ഇവിടുന്നൊക്കെ കേട്ടതും കണ്ടതും ആരെങ്കിലുമൊക്കെ പറഞ്ഞതൊക്കെ ആയി വിചാരിച്ചിട്ട് അതൊക്കെ ദീനിൽ ഉള്ളതാന്ന് വിചാരിച്ച് ചെയ്ത സംഭവങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് അള്ളാഹിനോട് നമ്മൾ തേടുമ്പോൾ സ്വീകരിക്കണേ എന്ന പ്രാർത്ഥനയുള്ള കൂട്ടത്തിൽ തന്നെ വീഴ്ചകൾ വല്ലതും വന്നു പോയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും പോരായ്മകൾ എൻ്റെ ഇബാദത്തുകളിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവെ എനിക്കത് പുറത്തു തരണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. സഹോദരങ്ങളെ, ഈ റമദാനിൽ നമ്മൾ മാറ്റിവെച്ച ഒരുപാട് ദുശീലങ്ങൾ ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് റമദാനാണ്, ഇനി മുതൽ ഞാൻ അങ്ങോട്ട് നന്നായി വരും, മാറും എന്ന് തീരുമാനമെടുത്ത് ഒരുപാട് ദുശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിയ ആളുകൾ ഉണ്ടാകും. ധാരാളമായി പുകവലിച്ചിരുന്ന ആളുകൾ ഒരുപക്ഷെ റമദാനിലാണ്, അപ്പൊ പുകവലിച്ചാൽ അത് നോമ്പിനെ ബാധിക്കും എന്ന് കരുതിയിട്ട് പുകവലിക്കാതെ നോമ്പ് തുറന്നതിന് ശേഷവും നോമ്പ് എടുക്കുന്നതിന് മുമ്പൊക്കെ ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന പരമാവധി പിടിച്ചു വെക്കാൻ ശ്രമിക്കുകയാണെന്നും പറഞ്ഞിട്ട് അത്തരം തിന്മകളിൽ നിന്ന് മാറിയ ആളുകൾ ഉണ്ടാകും. തിന്മകളിലേക്ക് ചാഞ്ചാടണമെന്നും തോന്നുന്ന മനസ്സിന്റെ ഉടമകൾ പരമാവധി മനസ്സിനെ പിടിച്ചു വെച്ച് തിന്മകളിലേക്ക് പോകാതെ സൂക്ഷിച്ച സന്ദർഭങ്ങൾ ഉണ്ടാകും. ഒരിക്കലും ഇനി ആ ശവ്വാൽ ഒന്നിങ്ങോട്ട് പറക്കുമ്പോ ഷെയ്ത്താനുള്ള ഒരു വെൽക്കം ബാക്ക് പാർട്ടി ആക്കിയിട്ട് നമ്മുടെ ഈ ദിവസങ്ങളെ മാറ്റരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു ദിവസം സുൽസിലത്ത് ഷയാത്തീൻ, ഒരു മാസം മുഴുവൻ പിശാച് ബന്ധനസ്ഥനാക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു. വസുഫിദത്ത് ഷയാത്തീൻ എന്നും ഹദീസുകളിൽ കാണാം, പിശാച് ബന്ധനസ്ഥനാക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു. അതേപോലെ തന്നെ നരകത്തിന്റെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു. സ്വർഗത്തിന്റെ കവാടങ്ങൾ അല്ലാഹു തആല തുറക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു, തുറന്നു വെച്ച് തന്നിരുന്ന അവസ്ഥയിലായിരുന്നു. ഇങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ഈ റമളാൻ കഴിയുമ്പോഴേക്ക് എല്ലാവിധ പവിത്രതയും കളഞ്ഞു കുടിച്ച് എല്ലാ ഹറാമുകളിലേക്കും തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് സഹോദരങ്ങളെ. ഇപ്പൊ തന്നെ അറിയാലോ, ഓരോരോ ഫിലിമുകൾ റിലീസാവാണ് ഈ സമയത്ത്. എന്നിട്ട് മുസ്ലിം കൗമപ്പെട്ട ആൾക്കാർ തന്നെ മാസ്ക് ഇട്ടും മുണ്ടിട്ടിട്ടൊക്കെ എങ്ങനെയെങ്കിലും തിയേറ്റർക്ക് ഫസ്റ്റ് ഷോക്ക് ഓടിപ്പോണം എന്നുള്ളതില്ല. ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര വലിയൊരു കാര്യമാണ് ഈ ചെയ്യുന്നത്. എത്ര ലാഘവത്തോടെയാണ് ഈ ഉമ്മത്ത് ഇതിനെ നോക്കിക്കാണുന്നത്. എത്ര ലാഘവത്തോടെയാണ്. ഇപ്പൊ ഞാൻ കണ്ടൊരു വീഡിയോയിൽ കാണാം, കറാമ വൈബ് എന്ന് പറഞ്ഞിട്ട് ദുബായിലത്ര. എന്നിട്ട് ആ പ്രദേശത്തുള്ള ആൾക്കാർ പറയണ രാത്രി ഉറങ്ങാൻ പോലും പറ്റുന്നില്ല എന്ന്, ഫുള്ള് പാട്ടും പരിപാടിയൊക്കെ ആയിട്ട്. ഒരു റമദാൻ മാസത്തിൽ ജീവിതത്തിൽ ഒരുവിധമൊക്കെ തെറിച്ചടക്കണ മനുഷ്യന്മാർക്ക് നന്നാൻ പറ്റുന്ന ഒരു ചാൻസും അവസരമാണ് റമദാൻ. ആ റമദാനിൽ തന്നെ ഈ കോലാണെന്നുണ്ടെങ്കിൽ പിന്നെ ഏത് അവസരത്തിലാണ് നന്നാവാൻ പറ്റുക? അതുകൊണ്ടാ പറയണത്, നമുക്ക് അല്ലാഹു തആല അവന്റെ മഹത്തായ ഫളിലിന്റെ ഭാഗമായി നമ്മുടെ മുമ്പിൽ അവസരങ്ങൾ ഒരുപാട് നൽകുകയാണ്. ആ അവസരങ്ങൾ തരുന്നത് എന്തിനാണ്? എന്റെ അടിമകൾക്ക് പാപമോചനം ലഭിച്ചോട്ടെ, എന്റെ അടിമകൾക്ക് സ്വർഗത്തിലേക്ക് അടുക്കാനുള്ള അവസരം ഉണ്ടായിക്കോട്ടെ എന്ന് റബ്ബ് കരുതിയിട്ടാണ്. കാരുണ്യവാനായ റഹ്മാനും റഹീമുമായ റബ്ബ് നമ്മുടെ മുമ്പിൽ അനന്തമായ സാധ്യതകൾ തന്നിട്ട് ഇതൊന്നും കണ്ടില്ല എന്ന് നടിക്കുക മാത്രമല്ല, ഒരു വളരെ മോശമായ സാഹചര്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു അപകടത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു ഹദീസിന്റെ സാരപ്രകാരമാണ്, ഒരു മനുഷ്യൻ നശിച്ചു പോകട്ടെ, ആമീൻ 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 എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സ്വഹാബാക്കൾ ചോദിച്ചു, ആരെ പറ്റിയാണ് റസൂലെ നിങ്ങൾ ഈ ആമീൻ 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 എന്ന് പറഞ്ഞത്? അപ്പൊ ജിബ്രീൽ എന്റെ അടുക്കൽ കടന്നു വന്നു, ഒരു വിഭാഗത്തെ കുറിച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞതാണ് ആമീൻ 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 എന്ന് പറഞ്ഞതാണ്. ആരെ പറ്റിയാണ് റസൂലെ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി പറയാണ്, ഒരു റമളാൻ വന്നിട്ട് തന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാത്ത ഒരു അടിമയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. റമളാന് വന്നിട്ട് പാപങ്ങളൊന്നും പൊറുക്കപ്പെടാതെ പോവുകയാണെങ്കിൽ പിന്നെ നമ്മളെക്കാളും വലിയ ഒരു ദുരവസ്ഥ ബാധിച്ച ആളുകൾ ആരാളുള്ളത്? നമ്മളെക്കാളും വലിയ ഹതഭാഗ്യവാന്മാരാരുള്ളത്. അതുകൊണ്ട് അവശേഷിക്കുന്ന ദിവസങ്ങളിലെങ്കിലും വന്നുപോയ വീഴ്ചകളിൽ റബ്ബിനോട് ആത്മാർത്ഥമായി ഏറ്റുപറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുക. എന്തെല്ലാം തിന്മകൾ നമ്മൾ മാറ്റിവെച്ചിരുന്നു അതൊക്കെ നമ്മൾ ആ തിന്മകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് തന്നെ എന്തെല്ലാം നന്മകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടന്നിരുന്നോ ആ നന്മകളിലൂടെ നമ്മൾ സഞ്ചരിക്കുക. കോപം, ദേഷ്യം, അതേപോലെ തന്നെ വൈരാഗ്യം, അസൂയ, കുശുമ്പ്, ഇതൊക്കെ ഒരുപക്ഷെ റമളാനിൽ നമ്മൾ പരമാവധി പിടിച്ചു വെച്ച് മാറി നിന്നിട്ടുണ്ടാവും. പക്ഷെ ഇതൊക്കെ റമളാൻ കഴിയുമ്പോൾ രണ്ടാമതും ആ കുടുംബത്തിൽ നമുക്ക് ഭാര്യമാർക്ക് നമ്മളോടൊരു കാര്യം പറയാൻ പേടി, മുൻകോപിയാണ് നമ്മളെ പറ്റി പറയാ, ഭയങ്കര ദേഷ്യക്കാരനാണ്, ഭയങ്കര ഒരു വെപ്രാളാണ്, അതേപോലെ തന്നെ അസൂയന്റെ ആളാണ്, കുശുമ്പാണ് എന്ന് ഭാര്യ ഭർത്താവിനെ പറ്റി, ഭർത്താവ് ഭാര്യയെ പറ്റി പറയുന്നൊരവസ്ഥയിലേക്ക് പോകാതെ റമളാൻ കഴിഞ്ഞതിന് ശേഷം മാഷാ അല്ലാഹ് ഭയങ്കര മാറ്റാട്ടോ നമ്മുടെ കുടുംബത്തിൽ, അല്ലെങ്കിൽ മൂപ്പർക്ക് ഭയങ്കര മാറ്റാണ്, അല്ലെങ്കിൽ ഓൾക്ക് ഭയങ്കര മാറ്റാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മുടെ ആ തിന്മകളെല്ലാം മാറ്റിവെച്ച് എന്തെല്ലാം നന്മകൾ ഈ റമളാനിൽ നമ്മൾ കൊണ്ടുവന്നിരുന്നോ ആ റമളാനിൽ ആ നന്മകളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുക. അള്ളാന്റെ റസൂല് പറയാണ്, യാ ബാഇയൽ ഖൈർ ഹലുമ്മ വയാ ബാഇയ ശർരി അഖ്സിർ, അല്ലയോ നന്മ ആഗ്രഹിക്കുന്നവരെ നിങ്ങൾ മുന്നോട്ട് വരിക, അല്ലയോ തിന്മ കൊതിക്കുന്നവരെ നിങ്ങൾ ആ തിന്മകളെല്ലാം ചുരുക്കി വെക്കുക എന്ന്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുപോലെ തന്നെ ഒരുപാട് നമ്മൾ തൗബ ചെയ്തിട്ടുണ്ടാകും. പ്രത്യേകിച്ച് ഈ അവസാനത്തെ 10 ആ ഒരു കുനൂത്തിന്റെ സമയത്തൊക്കെ നമ്മൾ കൈകൾ ഉയർത്തി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടാകും. ഒരുപാട് നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്തിട്ടുണ്ടാകും. സംഭവിച്ചു പോയ പാപങ്ങളൊക്കെ റബ്ബിനോട് ഏറ്റുപറഞ്ഞിട്ടുണ്ടാകും. ഇനി ആ പാപങ്ങളിലേക്കൊന്നും തിരിച്ചു പോകാതിരിക്കുക. സഹോദരങ്ങളെ, തൗബക്ക് ചില ഷർത്തുകളുണ്ട്, തൗബക്ക് ചില നിബന്ധനകളുണ്ട്. വെറുതെ അള്ളാഹിനോടാണ്ട് പ്രാർത്ഥിച്ചു എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്തു പോയ പാപങ്ങളൊക്കെ അള്ളാഹ് പൊറുത്തരുന്നല്ല. ചില നിബന്ധനകൾ അതിനുണ്ട്. അതിലൊരു നിബന്ധന എന്താണെന്നറിയോ? ചെയ്തു പോയ ആ പാപങ്ങളിലേക്ക്, ഏതൊരു പാപത്തെ തൊട്ടാണോ നമ്മൾ റബ്ബിനോട് തൗബ ചെയ്തത്, പിന്നെ ആ പാപങ്ങളിലേക്ക് മടങ്ങാതിരിക്കുക എന്നത് ആ തൗബ അള്ളാഹ് സ്വീകരിക്കാനുള്ള നിബന്ധനകളിൽ ഒരു നിബന്ധനയാണ്. അതുകൊണ്ട് തന്നെ റമളാനിൽ സംഭവിച്ചു പോയ കുറേ പാപങ്ങൾ, റമളാനിന് മുമ്പും അല്ലാതെയുമായി സംഭവിച്ചു പോയ കുറേ പാപങ്ങൾ ഒരുപക്ഷെ നമ്മൾ റമളാനിൽ ഏറ്റുപറഞ്ഞ് ധാരാളമായി തൗബ ചെയ്തും ഇസ്തിഗ്ഫാർ ചെയ്തും മുന്നോട്ട് പോയിട്ടുണ്ടാകും. ഇനി ആ പാപങ്ങളിലേക്കൊന്നും ഞാൻ പോകില്ല എന്ന് ഉറപ്പുവരുത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്താഇബു മിനദ്ദംബി കമൻ ലാ ദംബ ലഹു, തിന്മകളിൽ നിന്ന് തൗബ ചെയ്തവൻ തിന്മ ഇല്ലാത്തവനെ പോലെ തന്നെയാണ് എന്ന്. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഇനി ഞാൻ ഒരിക്കലും അത്തരം തിന്മകളിലേക്ക് പോവില്ല എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അനുഷ്ഠാനങ്ങൾക്ക് അവധിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. റമളാനിൽ നല്ലൊരു സ്വഭാവമായിരുന്നു. റമളാൻ കഴിഞ്ഞപ്പോൾ കണ്ടില്ല, ആ പഴയ കൂട്ടുകെട്ടോ ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ആ വലിയും കുടിയൊക്കെ തുടങ്ങി. റമളാനിൽ അതൊക്കെ ഒന്ന് നിർത്തിയിരുന്നു. അതിന് ശേഷം നന്നാവുന്ന വിചാരിച്ചിരുന്നു. പക്ഷെ എന്താ ചെയ്യുക, റമളാൻ കഴിഞ്ഞോടുകൂടി അത് ആ പഴയ കൂട്ടുകെട്ടിലേക്ക് പോയി. ഇപ്പൊ കണ്ടില്ല, ആ ഗ്യാങ്ങിലാണോ അവനുള്ളത് എന്ന് പറയിപ്പിക്കുന്ന ഒരു അവസ്ഥ ഇല്ലാതൊക്കെ ഈ റമളാൻ നമുക്ക് നല്ല ഒരു വിഭവമാക്കി എടുത്തിട്ട്, ഒരു മുതൽക്കൂട്ടാക്കി എടുത്തിട്ട് റമളാനിന് ശേഷവും അത്തരം തിന്മകൾ നിലനിൽക്കുന്ന കൂട്ടുകാരോട് പോയിട്ട് പറയുക, നമുക്ക് കാണുമ്പോഴുള്ള പരിചയം ബന്ധങ്ങളൊക്കെ ഉണ്ട്, അതിനപ്പുറത്തേക്ക് ഇനി നിങ്ങൾ ഈ തിന്മകളിലേക്ക് വിളിച്ചാൽ ഞാൻ വരൂലട്ടോ, നിങ്ങളും ആ തിന്മകളിലേക്ക് പോകരുത് എന്ന് നമ്മൾ ഉപദേശിച്ചു കൊടുക്കുക. ഇനി നിങ്ങളുടെ ഈ ഒരു ഗ്യാങ്ങിൽ ഇത്തരം തിന്മകളിൽ ഞാൻ ഉണ്ടാകൂല എന്ന് അവരോട് പറഞ്ഞു കൊടുക്കുകയാണ് വേണ്ടത്. അത്തരം തിന്മകളിലേക്ക് പോകാതിരിക്കുക. നമ്മൾ ചെയ്തിരുന്ന അമലുകളൊക്കെ നിലനിർത്തുക. റമളാനിൽ നമ്മൾ ചെയ്തു വന്നിരുന്ന പരിശീലനത്തിന്റെ ഭാഗമാണ് ശരിക്കും രാത്രി നിസ്കാരം. രാത്രി നിസ്കാരം എന്ന് പറയുന്നത് ആദ്യത്തെ 10-ലും രണ്ടാമത്തെ 10-ലൊക്കെ നമ്മൾ ചെയ്തിരുന്ന തറാവീഹ്, ആ 11 റക്അത്ത്. ഇനി അവസാനത്തെ 10-ലേക്കാണെങ്കിൽ തറാവീഹിന് പകരം അതിനേക്കാൾ കൂടുതൽ ശ്രേഷ്ഠത കൽപ്പിക്കപ്പെട്ടതും നമ്മൾ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടും സുദീർഘമായി ഓതി നിസ്കരിച്ചിരുന്ന നമ്മുടെ ഖിയാമുൽ ലൈൽ, ഇത് റമളാൻ കഴിഞ്ഞോടുകൂടി ശവ്വാൽ 1 മുതൽ അങ്ങോട്ട് നിർത്തിയേക്കാനുള്ള സാധനമല്ല. ഇതിനി അങ്ങോട്ട് തുടർന്നു കൊണ്ടുപോകാനുള്ള കാര്യങ്ങളാണ്. എന്തൊക്കെ കാര്യങ്ങളുണ്ട്? തഹജ്ജുദ് നിസ്കാരം, അത് നമ്മൾ നിലനിർത്തന്നെ വേണം. അത് ഈ റമളാൻ അതിന് നമുക്ക് നല്ല ഒരു മാർഗമായി നമ്മൾ സ്വീകരിക്കുകയാണ് ചെയ്യേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി തആല അദ്വമുഹാ വഇൻ ഖല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം എന്ന് പറയുന്നത് സ്ഥിരമായി ചെയ്യുന്ന കർമ്മമാണ്. അത് എത്ര കുറച്ചാണെങ്കിലും, കുറച്ചേ അയാൾ ചെയ്യുന്നുള്ളൂ, പക്ഷെ അത് സ്ഥിരമായി ചെയ്യുന്ന ആളുകളാണ്. ഇപ്പൊ 11 റക്അത്താണ് അള്ളാന്റെ റസൂൽ തഹജ്ജുദ് നിസ്കരിച്ചിരുന്നത്, രാത്രി നിസ്കാരം നിർവഹിച്ചിരുന്നത്, റമളാനിലാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ. പക്ഷേ ഇപ്പൊ സ്വഹാബാക്കൾ തന്നെ പറയുന്നുണ്ട്, സ്വഹാബാക്കളുടെ ജീവിതത്തിൽ തന്നെ കാണാം, അവര് അല്ലാത്ത കാലത്തൊക്കെ ഈ തഹജ്ജുദ് നിസ്കരിക്കും. ഇനി അവർക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ 1 റക്അത്താണെങ്കിലും, ആ വിത്തറിലെ 1 റക്അത്താണെങ്കിലും അവർ നിസ്കരിക്കുന്നു, അത് നഷ്ടപ്പെടുത്തൂല. അതായത് എത്ര കുറച്ചാണെങ്കിലും അമല് കുറച്ചേ, അതിന്റെ ക്വാണ്ടിറ്റി കുറച്ചേ ഉള്ളൂ, എന്നാലും അത് കൺസിസ്റ്റന്റ് ആയിട്ട് നിലനിർത്തി കൊണ്ടുപോകുന്ന അമലുകളാണെങ്കിൽ അതാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം. അതുകൊണ്ട് എന്തിനാണോ റമളാനിനെയും പവിത്രമായ നോമ്പിനെയും റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നൽകിയത്, പരിശുദ്ധ ഖുർആനിന്റെ പാരായണം, റമളാനിൽ അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധ വേദഗ്രന്ഥം. അപ്പൊ റമളാനിൽ ധാരാളമായി നമ്മൾ അതുമായി ബന്ധം നിലനിർത്തിയിരുന്നു. അത് തുടർന്നങ്ങോട്ടും ആ ഖുർആനിനോട് ഏറ്റവും നല്ല രീതിയിൽ ബന്ധങ്ങൾ നിലനിർത്തി കൊണ്ടുപോകാൻ, നമ്മൾ ചെയ്തു വന്ന എന്തെല്ലാം നന്മകളുണ്ടോ ആ നന്മകളെല്ലാം നിലനിർത്തി കൊണ്ടുപോകാൻ, റമളാനിന്റെ ചൈതന്യം കാത്തു സൂക്ഷിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അതേപോലെ തന്നെ റമളാനിൽ നമ്മൾ എന്തെല്ലാം തിന്മകളിൽ നിന്ന് മാറി നിന്നിട്ടുണ്ടോ ആ തിന്മകളിലേക്ക് ഇനി ഞാൻ തിരിച്ചു പോകില്ല എന്ന് റബ്ബിന് വാക്ക് നൽകി ഉറപ്പ് കൊടുത്തുകൊണ്ട് ഏറ്റവും നല്ല ഒരു മനുഷ്യനായി, ഒരുപാട് സ്വഭാവ ഗുണങ്ങൾ, ഏറ്റവും നല്ല സ്വഭാവ ഗുണങ്ങൾ ഒത്തിണങ്ങിയ ഒരു മനുഷ്യനായി മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കണം. സർവ്വലോക രക്ഷിതാവായ അല്ലാഹുവിനെ നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്
വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിതം ധന്യമാക്കണമെന്ന് ഒരിക്കൽ കൂടി സ്വന്തത്തെ വിസ്മരിക്കാതെ എല്ലാ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റമളാൻ സമാഗതമായപ്പോൾ പള്ളികളുമായി ബന്ധം കാത്തു സൂക്ഷിക്കാനും പരമാവധി സമയത്ത് തന്നെ ജമാഅത്തിനെത്താനും സജീവമാകാനൊക്കെ നമ്മൾ ശ്രദ്ധ കാണിച്ചിരുന്നു. റമളാൻ കഴിയുന്നതോടുകൂടി പള്ളികളോട് ഗുഡ് ബൈ പറഞ്ഞു പോകുന്നൊരവസ്ഥ ഉണ്ടാകരുത്. തുടർന്നും നമുക്ക് പള്ളികളിലേക്ക് സജീവമാകാൻ കഴിയണം. റമളാൻ വിട പറഞ്ഞാൽ സ്വഹാബാക്കൾ തുടർന്നു വരുന്ന 6 മാസക്കാലം ആ റമളാനിൽ ചെയ്തു കൂട്ടിയ നന്മകൾ സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ. തുടർന്നു വരുന്ന 6 മാസക്കാലം അവർ കണ്ടിന്യൂസ് ആയിട്ട് നിരന്തരമായി റബ്ബിനോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അള്ളാഹുവെ ഞങ്ങൾ ഈ റമളാനിൽ അനുഷ്ഠിച്ച നന്മകൾ നിന്ന് സ്വീകരിക്കണമേ എന്ന്. കാരണം അമലുകൾ ചെയ്യാൻ നമ്മൾ എത്ര താല്പര്യം കാണിക്കുന്നുണ്ടോ അതേപോലെ തന്നെ താല്പര്യം കാണിക്കേണ്ട വിഷയമാണ്, പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമാണ്. അത് സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളത്. കഅബാലയം രണ്ടാമതും പണിതുയർത്താൻ അല്ലാഹു തആല ഇബ്രാഹിം അലൈഹിസ്സലാമയോടും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമയോടും കൽപ്പിച്ചു. അള്ളാന്റെ കൽപ്പനപ്രകാരമാണ് ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും അത് ചെയ്യുന്നത് തന്നെ. അള്ളാഹ് കൽപ്പിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. എന്നിട്ടത് പണിതുയർത്തിയപ്പോൾ, അതിന്റെ പണി പൂർത്തിയാക്കിയപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നത് എന്താണ്? വഇദ് യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദു മിനൽ ബൈതി വഇസ്മാഈലു റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുവേ ഞങ്ങളിൽ നിന്നും ഇത് സ്വീകരിക്കണമേ എന്ന്. അപ്പൊ റമളാൻ നമ്മളിൽ നിന്ന് വിട പറയാൻ നിൽക്കുന്ന ഈ ഘട്ടത്തിൽ റബ്ബിനോട് നമ്മൾ ധാരാളമായിട്ട് അല്ലാഹുവേ ഞാൻ ചെയ്തു കൂട്ടിയ എന്തെല്ലാം നന്മകളുണ്ടോ അതെല്ലാം നീ എന്നിൽ നിന്ന് സ്വീകരിക്കണമേ. ഒരുപാട് ഞാൻ ഇസ്തിഗ്ഫാർ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഞാൻ തൗബ അധികരിപ്പിച്ചു. എന്റെ തൗബയും എന്റെ പാപമോചനവും എന്റെ ഇസ്തിഗ്ഫാറും എന്റെ പശ്ചാത്താപവും അല്ലാഹുവേ നീ സ്വീകരിക്കണമേ. ഞാൻ ചെയ്ത നന്മകൾ, ഞാൻ അനുഷ്ഠിച്ച ഇബാദത്തുകൾ എല്ലാം നീ സ്വീകരിക്കണമേ എന്ന് റബ്ബിനോട് ആത്മാർത്ഥമായി പറയുക. അങ്ങനെയാണ് നമ്മൾ ചെറിയ പെരുന്നാളിലേക്ക് പ്രവേശിക്കേണ്ടത്. സഹോദരങ്ങളെ, അങ്ങനെ ഒരു പെരുന്നാളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില സുന്നത്തുകളുണ്ട്. ആ സുന്നത്തുകൾ ശ്രദ്ധിച്ചും പാലിച്ചും കൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മുടെ ഈദ്ഗാഹിലേക്ക് കടന്നു വരേണ്ടത്. അതിലൊന്ന് പ്രത്യേകമായി സുന്നത്താക്കപ്പെട്ട കുളി തന്നെയാണ്. കുളിക്കുക എന്നുള്ളത് തന്നെയാണ്. മഹാനായ നാഫി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പെരുന്നാൾ ദിവസം മൈതാനത്തേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് കുളിക്കാറുണ്ടായിരുന്നു എന്ന്. അത് സാധാരണ രീതിയിലുള്ള കുളിയല്ല, അത് പ്രത്യേകം സുന്നത്താക്കപ്പെട്ട കുളിയാണ്. അതുകൊണ്ട് അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ കുളിച്ചുകൊണ്ട് നമ്മൾ പള്ളിയിലേക്ക് വരിക. അതേപോലെ തന്നെ നല്ല വസ്ത്രം ധരിക്കുക എന്നുള്ളതാണ്. അതിനർത്ഥം വില കൂടിയ വസ്ത്രങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കളർഫുൾ ആയിട്ടുള്ള വസ്ത്രങ്ങൾ പുതുതായി വാങ്ങണം എന്നല്ല. അങ്ങനെ വാങ്ങിയാലേ പെരുന്നാൾ ശരിയാകൂന്നല്ല. കൂട്ടത്തിലുള്ള ഏറ്റവും നല്ല വസ്ത്രം ധരിച്ചാലും മതി, ഏറ്റവും നല്ല വൃത്തിയുള്ള. അള്ളാഹുവിന്റെ റസൂൽ സാധാരണഗതിയിൽ ഏറ്റവും പ്രാധാന്യം നൽകിയിരുന്നത്, സുന്നത്തായി കണക്കാക്കിയിരുന്നത് വെള്ള വസ്ത്രം ധരിക്കുന്നതിനായിരുന്നു. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാൾ സുദിനത്തിൽ നല്ല കാണാൻ അഴകുള്ള, നല്ല ഭംഗിയുള്ള, നല്ല വസ്ത്രങ്ങൾ, അലങ്കാര വസ്ത്രങ്ങൾ അള്ളാഹുവിന്റെ റസൂല് ധരിച്ചിരുന്നു. പക്ഷെ പലപ്പോഴും നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ധരിക്കുന്ന വസ്ത്രങ്ങളുടെ രൂപവും കോലവും ഒക്കെ ഒരു മനുഷ്യൻ തിരിഞ്ഞോക്കാത്ത രൂപത്തിലുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് വരുന്നവരുണ്ട്. ഒരു മനുഷ്യനൊരു ഐഡന്റിറ്റി ഉണ്ടാവും. ആ ഐഡന്റിറ്റി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഏറ്റവും മാന്യമായ രീതിയിൽ നല്ല വസ്ത്രങ്ങൾ ധരിച്ചു വരിക എന്നത് പെരുന്നാൾ ദിവസത്തിന്റെ സുന്നത്തിൽപ്പെട്ട കാര്യമാണ്. അപ്പൊ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുക എന്നതും നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പുതുവസ്ത്രം ധരിക്കുമ്പോൾ നാം ചൊല്ലാൻ മറക്കാൻ പാടില്ലാത്ത ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ലക്കൽ ഹംദ് അൻത കസൗതനീഹി അസ്അലുക മിൻ ഖൈരിഹി വഖൈരി മാ സുനിഅ ലഹു വഅഊദു ബിക മിൻ ശർരിഹി വശർരി മാ സുനിഅ ലഹു. ഒന്നുകൂടി ആവർത്തിക്കാം. അല്ലാഹുമ്മ ലക്കൽ ഹംദ് അൻത കസൗതനീഹി അസ്അലുക മിൻ ഖൈരിഹി വഖൈരി മാ സുനിഅ ലഹു വഅഊദു ബിക മിൻ ശർരിഹി വശർരി മാ സുനിഅ ലഹു. അല്ലാഹുവേ, നിനക്കാണ് എല്ലാ സ്തുതിയും നന്ദിയുമുള്ളത്. നീയാണ് ഇത് എന്നെ അണിയിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ നിന്നുള്ള നന്മയും അത് നിർമ്മിക്കപ്പെട്ടതിൽ ഉപയോഗിക്കപ്പെടുന്നതിൽ നിന്നുള്ള നന്മയും ഞാൻ നിന്നോട് ഇതാ ചോദിച്ചു കൊണ്ടിരിക്കുന്നു. ഇതിൽ നിന്നുള്ള തിന്മയിൽ നിന്ന്, ഇത് നിർമ്മിക്കപ്പെട്ടതിൽ നിന്നുള്ള തിന്മയിൽ നിന്ന് ഞാനിതാ നിന്നോട് രക്ഷ തേടുന്നു എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് പുതുവസ്ത്രം ധരിക്കുമ്പോൾ എല്ലാവരും ആ ഒരു പ്രാർത്ഥന മറക്കരുത്. അതുപോലെ തന്നെ സുഗന്ധം പൂശുക, അത് പ്രത്യേകം സുന്നത്താക്കപ്പെട്ട ഒരു കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽപ്പെട്ട കാര്യമാണ്. ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഞാൻ അറിവുള്ളവരിൽ നിന്നും കേട്ടു, എല്ലാ പെരുന്നാളിനും അലങ്കാരവും സുഗന്ധവും
അവർ സുന്നത്താക്കിയിരുന്നു എന്ന്. അപ്പൊ ആ ഒരു കാര്യവും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുക. ഈദുൽ ഫിത്തർ ദിവസത്തിൽ, ചെറിയ പെരുന്നാളിന്റെ ദിവസത്തിൽ, പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് എന്തെങ്കിലും ഭക്ഷിക്കുക എന്നത് അള്ളാന്റെ റസൂലിന്റെ ചര്യയിൽപ്പെട്ടതാണ്. എന്നാൽ ഈദുൽ അദ്ഹയിൽ, ബലി പെരുന്നാൾ ദിവസം ഭക്ഷണം കഴിക്കാതെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിനായി പുറപ്പെട്ടിരുന്നത്. അതുകൊണ്ട് ഈദുൽ ഫിത്തറിന്റെ ദിവസം നാം ഈദ്ഗാഹിലേക്ക് പുറപ്പെടുമ്പോൾ ലഘുവായിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചുകൊണ്ട് വരിക എന്നത് അള്ളാന്റെ റസൂലിന്റെ സുന്നത്തിൽപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ തക്ബീർ ചൊല്ലുക എന്നത്, രണ്ട് പെരുന്നാളിനോടനുബന്ധിച്ചും ധാരാളമായി തക്ബീർ ചൊല്ലൽ പ്രത്യേകം സുന്നത്താണ്. പലപ്പോഴും നമ്മൾ ആ ഒരു ശവ്വാലമ്പിളി കണ്ടു, നമ്മൾ മാസം കണ്ടു എന്നും പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ കാര്യത്തിൽ ഒന്നും ഒരു ശ്രദ്ധ ഉണ്ടാവാറില്ല. അങ്ങാടികളിൽ ഫുള്ള് സജീവമായിട്ട് അങ്ങനെ നടക്കും. പരമാവധി നമ്മൾ തക്ബീർ ചൊല്ലുന്ന കാര്യത്തിലൊക്കെ ശ്രദ്ധ പാലിക്കുകയാണ് വേണ്ടത് എന്ന് കാണാൻ കഴിയും. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ധാരാളം നേരത്തെ നമ്മൾ ഈദ്ഗാഹിലേക്ക് പുറപ്പെട്ടു പോവുക. അതിങ്ങനെ വൈകി കുറെ സമയമൊക്കെ കഴിഞ്ഞ് എണീറ്റ് പിന്നെ ആകെ ഹറിബറിയായി കുളിച്ചു മാറ്റി പെട്ടെന്ന് ഇങ്ങോട്ട് വരിക, അപ്പോഴേക്ക് നിസ്കാരം തുടങ്ങാനായിട്ടുണ്ടാവും. ആ ഒരു അവസ്ഥയിലല്ലാതെ നേരത്തെ തന്നെ എണീറ്റ് എല്ലാവരും ആ സമയമൊക്കെ കണക്കാക്കി കുടുംബസമേതം നമ്മൾ ഈദ്ഗാഹിലേക്ക് പുറപ്പെട്ടു വരുന്ന സാഹചര്യം ഉണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഓരോ സുന്നത്തുകളും ഇതുപോലെ തന്നെ കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോവുക. സഹോദരങ്ങളെ, ഈ റമദാൻ നമ്മളിൽ നിന്ന് വിട പറയാൻ നിൽക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ, ഈ ഒരു സന്ദർഭത്തിൽ ലോകത്ത് പീഡനങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, ഒരു പുതുവസ്ത്രം പോലും വേണ്ട, ഉള്ള വസ്ത്രം പോലും മര്യാദക്ക് ധരിക്കാൻ പോലും ഇല്ലാത്ത വളരെ പ്രയാസം നിറഞ്ഞ ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ഫിലസ്തീനി ജനതയെ നാം ഓർത്തുകൊണ്ടിരിക്കണം. അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ ചെയ്ത ഓരോ നന്മകളും റബ്ബ് സ്വീകരിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അടുത്ത ഒരു റമദാൻ നമ്മളിലേക്ക് നൽകണേ എന്ന റബ്ബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അവശേഷിക്കുന്ന ഈ 1-2 ദിവസങ്ങൾ കൂടി റബ്ബിനോട് കൂടുതൽ അടുക്കാനും ചെയ്തു പോയ പാപങ്ങൾ അള്ളാഹിനോട് ഏറ്റുപറയാനും, ഇൻഷാ അള്ളാഹ് ഇനിയും അങ്ങോട്ട് ഞാൻ തിന്മകളിലേക്ക് പോകില്ല എന്ന റബ്ബിനോട് വാക്ക് നൽകിയിട്ട് ഏറ്റവും നല്ല ഒരു ജീവിതം നയിച്ച് മുന്നോട്ട് പോകാനുമുള്ള സൗഭാഗ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ വരാനിരിക്കുന്ന ഫിത്ർ സകാത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കുക. അതിലേക്ക് വിഹിതങ്ങൾ ആരെങ്കിലും നൽകാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുത്തെ പള്ളി കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ആ നിശ്ചയിച്ച സംഖ്യ നൽകി എന്ന് ഉറപ്പുവരുത്തുക. കുടുംബത്തിലെ എല്ലാവരുടെയും വിഹിതം ഞാൻ കൊടുത്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഫിത്ർ സകാത്തുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിതരണ കാര്യങ്ങളിലെല്ലാം കഴിയുമെങ്കിൽ ഇടപെടാൻ പരമാവധി യുവാക്കളും വിദ്യാർത്ഥികളും എല്ലാവരും ശ്രദ്ധിക്കുക. അതൊക്കെ നമ്മുടെ റമദാനിൽ വന്നുപോയ വീഴ്ചകൾ പുറത്തു മാപ്പാക്കാൻ ഹേതുവാകുന്ന കാര്യങ്ങളാണ്, അമലുകളാണ് എന്നുകൂടി മനസ്സിലാക്കുക. റമദാനിൽ സംഭവിച്ച വീഴ്ചകൾ പുറത്തു കിട്ടാൻ ഫിത്ർ സകാത്ത് സഹായകമാണ്, കാരണമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ നന്മകളിൽ പരമാവധി മുന്നേറാനും തിന്മകളിൽ നിന്ന് മാറി നിന്ന് മുന്നോട്ട് പോകാനുമുള്ള മഹാസൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി ദാനധർമ്മങ്ങളിൽ നമ്മൾ ഏതെങ്കിലും സമയത്ത് പിന്നോട്ട് നിന്നിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും പരമാവധി ദാനധർമ്മങ്ങളുമായിട്ട് സജീവമാകാൻ, കഴിവിന്റെ പരമാവധി ഇനി കൊടുക്കാൻ, അള്ളാന്റെ മാർഗത്തിൽ നൽകാൻ നമുക്ക് അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ, വിശാല മനസ്കത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് സംഭവിച്ചു പോയിട്ടുള്ള ചെറുതും വലുതുമായി, രഹസ്യമായും പരസ്യമായും നാം ചെയ്തു കൂട്ടിയിട്ടുള്ള സർവ്വ തിന്മകളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. പട്ടിണി കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും കടം കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവരുടെ പട്ടിണി, ദാരിദ്ര്യം, കടബാധ്യത എല്ലാം അല്ലാഹു തആല ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. മാറാ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ രോഗം അല്ലാഹു തആല എത്രയും പെട്ടെന്ന് ശിഫ നൽകി അവർക്കും നമുക്കുമൊക്കെ പരിപൂർണമായ ആയുസാരോഗ്യ സൗഖ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കത്തിയാളുന്ന നരകത്തിൽ നിന്ന് റബ്ബുൽ ഇസ്സത്ത് നമ്മളെയൊക്കെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ബന്ധുമിത്രാദികൾ, സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബറിടം വിശാലമാക്കി അവർക്കും നമുക്കുമൊക്കെ നാളെ പരലോകത്ത് ഉന്നതമായ സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ പള്ളിയുമായി ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും ഈ പള്ളിയോട് ഇടപെടുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. ഇവിടെ നടന്ന ഇഫ്താറുകളിലേക്ക് ഫണ്ട് ചെയ്ത, സാമ്പത്തികമായി സഹായിച്ച, അതിനുവേണ്ടി ഓടി നടന്ന് ഇതിന്റെ ക്ലീനിങ്ങിന്റെ കാര്യത്തിലാണെങ്കിലും ഇത് പരിചരിക്കുന്ന കാര്യത്തിലാണെങ്കിലും സജീവമായി പ്രവർത്തിച്ച ഒരുപാട് ആളുകളുണ്ട്. ഒരു പക്ഷേ ഇന്ന് രോഗികളായി കിടക്കുന്നവരുണ്ടാകാം, അല്ലാത്തവരുണ്ടാകാം, ഒക്കെ ഉണ്ടാകാം. രോഗികളായി കിടക്കുമ്പോൾ പോലും പള്ളിയുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്ന സഹോദരങ്ങൾ വരെ ഉണ്ടാകാം, സഹോദരിമാർ വരെ ഉണ്ടാകാം. അവർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ വമ്പിച്ച പ്രതിഫലം നൽകട്ടെ. ഇനിയും ധാരാളമായി പള്ളിയുമായിട്ട് ഇടപെടാനും ഈ പള്ളിയോട് ഹൃദയബന്ധം കാത്തു സൂക്ഷിച്ച് ചേർന്ന് നിൽക്കാനുമുള്ള മഹാസൗഭാഗ്യം അല്ലാഹു തആല ഓരോ സഹോദരങ്ങൾക്കും നൽകട്ടെ. നോമ്പ് തുറപ്പിച്ച സഹോദരങ്ങൾക്ക് അതിന്റെ പ്രതിഫലം അല്ലാഹു തആല പ്രത്യേകം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഫിലസ്തീനിൽ പീഡനങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഇങ്ങനെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സഹോദരങ്ങൾ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർഭയത്വം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറ്റവും നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാനുള്ള മഹാസൗഭാഗ്യം ആ ജനതക്കും നമുക്കും അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ
اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين 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 برحمتك يا أرحم الراحمين والحمد لله رب العالمين.